ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ടൈം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്ക് ഒരു ക്ലാസ്, 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, പിന്നെ 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അതിൽ 6 മണിയുടെയും 9 മണിയുടെയും 12 മണിയുടെയും ക്ലാസ് എന്ന് പറയുന്നത് GK പോർഷൻസ് ആണ്. അതിൽ SCRT, NCRT, ടോപ്പിക് വൈസ് ക്ലാസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ചയിൽ തന്നെ 3ഉം കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം, ആ ഒരു രീതിയിലാണ് പോകുന്നത്. രാത്രി 8 മണിക്ക് ലൈവ് ക്ലാസ് ആണ്. നമ്മൾ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണോ ആ ഭാഗത്തു നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യുകയാണ്. ഇനി രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാ, കായിക, സാഹിത്യ, സംസ്കാരം എന്ന് പറയുന്ന ഭാഗവും കൂടെ ചെറിയ ചെറിയ കോഡ്സും കണക്ഷൻസും യൂസ് ചെയ്ത് പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ ലഭിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വേണം. നോട്ട് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ ഫോളോ ചെയ്ത് വരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ടെലഗ്രാമിൽ കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് അന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് രാത്രി തന്നെ ഒരു ടൈം ടേബിൾ പോലെ നിങ്ങൾക്ക് 6 ക്ലാസ്സിൻ്റെ സമയവും ഏതൊക്കെ ക്ലാസ് ആണെന്നുള്ളതും കൃത്യമായിട്ട് തരും. അതിനനുസരിച്ച് പിറ്റേ ദിവസം ക്ലാസ്സുകൾ ഓർഡറിൽ വരും. അന്ന് പഠിച്ച കാര്യങ്ങളുടെ രാത്രി ആകുമ്പോൾ ഞാൻ PDF, അത് PYQൻ്റെ PDF ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് PSCക്ക് എല്ലാ ആർട്ടിക്കിളും പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാതും പഠിക്കുകയും വേണ്ട അല്ലേ. PSCക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട കുറേയധികം ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് എങ്ങനെ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓർത്ത് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, അപ്പോൾ ആർട്ടിക്കിൾസിൽ ആദ്യം തന്നെ ആർട്ടിക്കിൾ 1 എന്താണെന്ന് നോക്കാം നമുക്ക് അല്ലേ. ആർട്ടിക്കിൾ 1 എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ പറയുന്നത്? ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 1 അതെല്ലാവർക്കും അറിയുന്നതാ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കും. ഇപ്പോൾ യൂണിയൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു യൂണി ഉണ്ട് അല്ലേ. യൂണി എന്ന് നമ്മൾ സാധാരണ എന്താ പറയുന്നത്? യൂണി എന്ന് പറഞ്ഞാൽ 1, ബൈ എന്ന് പറഞ്ഞാൽ 2, ട്രൈ എന്ന് പറഞ്ഞാൽ 3, അങ്ങനെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ യൂണി എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 1 പഠിച്ചല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 5 ഇത് നമ്മൾ ഈ ആർട്ടിക്കിൾ 5 മുതൽ 6, 7, 8 ഈ പറയുന്ന 4 ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ പൗരത്വം എന്ന് പറയുന്ന ഭാഗത്താണ് അല്ലേ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ അവിടെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ പൗരത്വമാണ്, 5 മുതൽ 11 വരെ പൗരത്വമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുത്തതൊക്കെ പഠിച്ച് വേണം നിങ്ങൾ അവസാനം ആർട്ടിക്കിൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള കണക്ഷനാണ്. അപ്പോൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ പൗരത്വമാണെന്നറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 എണ്ണമാണ് 5, 6, 7, 8. അപ്പോൾ ഇത് നമുക്ക് തിരിഞ്ഞു പോകാതിരിക്കാനുള്ള കണക്ഷൻ പറയാം. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പൗരത്വമാണ് പറയുന്നത്? ഭരണഘടന ആദ്യമായി പ്രാബല്യത്തിൽ വന്ന സമയത്തുള്ള പൗരത്വമാണ്. അതായത് ഭരണഘടനയുടെ തുടക്കത്തിലുള്ള പൗരത്വം. ഭരണഘടനയുടെ തുടക്കത്തിലുള്ള, അപ്പോൾ തുടക്കം എന്നുള്ളതിന് നമുക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയാം അല്ലേ. സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു S ഇല്ലേ, S. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ
ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് എസ് പോലെ ഇരിക്കുന്ന 5. അപ്പോൾ ആർട്ടിക്കിൾ 5 സ്റ്റാർട്ടിങ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി 6 എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വം. ഓക്കെ, അപ്പോൾ ഇത് 6ഉം 7ഉം നമ്മൾ തിരിഞ്ഞു പോകാതിരിക്കാനാണ് പറയുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 6 എന്ന് പറയുന്നതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തവരുടെ പൗരത്വമാണ് ആർട്ടിക്കിൾ 6. അപ്പോൾ 7 എന്താണ്? 7 എന്ന് പറയുമ്പോൾ നമ്മൾ 1 പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഐ ആണ്, അതായത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരുടെ പൗരത്വമാണ് 7 പറയുന്നത്. കിട്ടിയല്ലോ. 5 മുതൽ 11 വരെയുള്ളത് എല്ലാം പൗരത്വത്തെക്കുറിച്ചാണ്. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൻ്റെ എസ് പോലെ ഇരിക്കുന്ന 5ആണ്. ഇനി 6 പറയുന്നത്, 6ന് തിരിച്ചിട്ടാൽ പി. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കുടിയേറി പാർത്തവരുടെ പൗരത്വം. 7 എന്ന് പറയുമ്പോൾ ഐ പോലെയായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരുടെ പൗരത്വം. ഇനി 8 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 8 എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയിട്ടുള്ള ഇന്ത്യൻ വംശജരുടെ പൗരത്വം. ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയിട്ടുള്ള ഇന്ത്യൻ വംശജർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർക്കാം, അതായത് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തു പോയി ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിച്ച് പുറത്തു പോകുന്നവർക്കൊക്കെ 8ന്റെ പണി കിട്ടും എന്നുള്ള രീതിയിൽ അല്ലേ. ഇപ്പോൾ നമുക്ക് ആടുജീവിതമൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഒന്ന് പച്ച പിടിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ജോലിക്ക് പോകുന്നത്. അവിടെ പോകുമ്പോൾ മുട്ടൻ പണിയാണ്, 8ന്റെ പണി കിട്ടും. അപ്പോൾ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ പുറത്ത് താമസമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പൗരത്വത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്. അപ്പോൾ ഒന്ന് കണക്റ്റഡ് ആയല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പൗരത്വമാണ് സ്റ്റാർട്ടിങ് എസ് 5. ഇനി 6 എന്ന് പറയുമ്പോൾ തിരിച്ചിട്ടാൽ പി, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വം. 7 എന്ന് പറയുമ്പോൾ ഐ പോലെ ഇരിക്കുന്നത്, അപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരുടെ പൗരത്വം. 8 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വം അല്ലേ. പുറത്ത് പോയാൽ 8ന്റെ പണി കിട്ടും, ഓർത്തല്ലോ. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 12 ആർട്ടിക്കിൾ 12 പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ നിർവചനമാണ്. സ്റ്റേറ്റ്സ് കേട്ടോ, സ്റ്റേറ്റ്സിൻ്റെ നിർവചനമാണ്, സംസ്ഥാനങ്ങളുടെ നിർവചനം. അപ്പോൾ ഇത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സംസ്ഥാനങ്ങൾ പഠിക്കൂലേ. എങ്ങനെയാണ് നമ്മൾ സംസ്ഥാനങ്ങൾ പഠിക്കുന്നത്? 1 അല്ലേ, 1 കേരളം, 2 തമിഴ്നാട് അല്ലേ, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കുന്നു എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ്, സംസ്ഥാനത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 12 ഓക്കെ, ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാനങ്ങളുടെ നിർവചനമാണ് ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, ആ ഒരു രീതിയിൽ ഓർത്താൽ മതി. 1 കേരളം, 2 തമിഴ്നാട്, 3 കർണാടക, അങ്ങനെയാണ് നമ്മൾ സംസ്ഥാനങ്ങൾ പറയുന്നത് അല്ലേ. അപ്പോൾ 1, 2 എന്നുള്ള രീതിയിൽ ആർട്ടിക്കിൾ 12 സംസ്ഥാനങ്ങളുടെ നിർവചനം കിട്ടിയല്ലോ. ഇനി ആർട്ടിക്കിൾ 13 നോക്കാം. ആർട്ടിക്കിൾ 13 പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടേ, റിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ 6 എഴുതിക്കേ. 6 നമ്മളിത് എങ്ങനെയാണ് എഴുതുന്നത് അല്ലേ, അതായത് 1 ഇട്ടിട്ട് 3 ഇങ്ങനെ ഇടുവാണ് അല്ലേ. 1 ഇട്ടിട്ട് ആ 3 തന്നെ എഴുതുന്നത്, ഒന്നിങ്ങനെ 3ന് ഒന്നിങ്ങനെ ചെരിച്ച് എഴുതിയാൽ മതി അല്ലേ. 1 3 1 3. അപ്പോൾ 6 കിട്ടിയില്ലേ. അപ്പോൾ R ഫോർ റിവ്യൂ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിയമത്തിന് മുന്നിലുള്ള സമത്വമാണ്. നിയമത്തിന് മുന്നിലുള്ള സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ 14. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, സമത്വം എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഒട്ടും അറിയാത്തവരെ കൺസിഡർ ചെയ്തിട്ടാണ് ചെറിയ കണക്ഷൻ പറയുന്നത്. അപ്പോൾ സമത്വം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരമ്മയ്ക്ക് 4 മക്കളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങൾ 4 മക്കളാണ്. അപ്പോൾ ഒരമ്മയ്ക്ക് 4 മക്കളുണ്ടെങ്കിൽ ഞങ്ങൾ 4 മക്കളും എൻ്റെ അമ്മയ്ക്ക് ഒരുപോലെയല്ലേ. എല്ലാവർക്കും സമത്വം ഉണ്ട് അവിടെ അല്ലേ. ഒരാളിങ്ങനെ ഒരാൾ അങ്ങനെയൊന്നുമില്ല അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 ആളും ഒരുപോലെയാണ്, സമത്വം എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പം നിയമത്തിന് മുന്നിൽ സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ 14. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 15 ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 15 പറയുന്നത്
മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജനനസ്ഥലം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. അപ്പോൾ നമുക്ക് തരാറുണ്ട്, അതായത് ആർട്ടിക്കിൾ 15 ഏതൊക്കെ, അതായത് എന്തിൻ്റെ പേരിൽ വിവേചനം പാടില്ല എന്ന് പ്രത്യേകമായിട്ട് എടുത്തു ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് മതം, വംശം, ജാതി എന്ന് മാത്രം തരും, അല്ലെങ്കിൽ മതം, വംശം, ജാതി, ലിംഗം എന്ന് മാത്രം തരും. അപ്പോൾ അതിൽ ജനനസ്ഥലം എല്ലാം വരുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എല്ലാം ഏതൊക്കെയാണെന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ നിങ്ങളൊന്ന് നോക്കുക. അതിൽ ആർട്ടിക്കിൾ 15 അല്ലേ, അപ്പോൾ ഈ 5 കാര്യങ്ങളിൽ വിവേചനം പാടില്ലെന്നാണ് പറയുന്നത്. നോക്കിക്കേ എത്ര എണ്ണം ഉണ്ടോ, 1 2 3 4 5 5 കാര്യങ്ങൾ വേണം. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് ഏതിലൊക്കെയാണ് വിവേചനം പാടില്ലാത്തത് എന്നിട്ട് തരുവാണ്. മതം, ജാതി, വംശം എന്ന് മാത്രം തന്നു, അല്ലെങ്കിൽ മതം, ലിംഗം, ജനനസ്ഥലം എന്നും മാത്രം തന്നു, അല്ലെങ്കിൽ മതം, വംശം, ജാതി, ലിംഗം എന്ന് തന്നു, എന്നിട്ട് അവസാനം മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്ന് തന്നു. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി 5 എണ്ണം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 15 ഈ 5 കാര്യത്തിൻ്റെ പേരിൽ മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ലെന്നാണ് പറയുന്നത്. എന്താണ് വിവേചനം പാടില്ല? അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ 5 എണ്ണം ആർട്ടിക്കിൾ 15 5 വെച്ച് നമ്മൾ കണക്ട് ചെയ്തു. വിവേചനം പാടില്ലെന്ന് നമുക്ക് എങ്ങനെ ഓർക്കാം? അതായത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഓർക്കാം. 15 എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ 15 എന്ന് പറയുമ്പോൾ ഈ 1ഉം 5ഉം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ 6 എന്ന് കിട്ടും അല്ലേ. നമുക്ക് 1ഉം 5ഉം കൂടെ കൂട്ടിയാൽ 6. 6 എന്ന് പറയുന്നത് കാലൻ്റെ നമ്പർ അല്ലേ. അപ്പോൾ കാലനെ ആലോചിച്ച് നോക്കിക്കേ, കാലൻ ഈ ആളുകളെയൊക്കെ എന്താണ് കൂട്ടിയിട്ട് പോകുന്നത് അല്ലേ. അതായത് ആളുകൾ മരിക്കുന്നത് എങ്ങനെയാണ്? ജാതിയോ മതമോ ലിംഗോ ജനനസ്ഥലമോ നോക്കിയിട്ടാണോ? അല്ല, എല്ലാവർക്കും എന്താണ് ഒരേപോലെയാണ് മരണം അല്ലേ. അപ്പോൾ കാലൻ 6 കാലൻ്റെ നമ്പർ. അപ്പോൾ കാലൻ കൂട്ടിയിട്ട് പോകുന്നത് ആരുടെയും ജാതിയും മതവും വംശമൊന്നും നോക്കിയിട്ടല്ല അല്ലേ. ആരോടും ഒരു വിവേചനവും കാണിക്കാതെ കൂട്ടിയിട്ട് പോകുന്ന ആളാണ് കാലൻ. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 15 1ഉം 5ഉം കൂടെ കൂട്ടിയാൽ 6. അപ്പോൾ 6 കാലൻ. കാലൻ ഒരാളോടും വിവേചനം കാണിക്കാറില്ല. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പറയുന്നത് അവസര സമത്വത്തെക്കുറിച്ചാണ്. അവസര സമത്വം എങ്ങനെ നമുക്ക് ഓർക്കാം? ഈസിയാണ്. ഈ 16 എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഒരാളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ 16 അടിയന്തരം കഴിക്കും അല്ലേ, അവസരം കഴിക്കും അല്ലേ. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ 16-നാണ് അവസരം കഴിക്കുന്നതെന്ന് ഓർത്താൽ മതി അല്ലേ. 16-നാണ് നമ്മൾ അവസരം കഴിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 16 അവസര സമത്വം. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമാർജനമാണ്. തൊട്ടുകൂടായ്മ അല്ലേ. അയിത്ത നിർമാർജനം അതായത് എന്താ? തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ആർട്ടിക്കിൾ 17 ഒക്കെ PSC എന്നും ചോദിക്കുന്നതാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക. അതായത് ഇഴഞ്ഞു പോകുന്ന ഒന്നിനെയും നമ്മൾ തൊടില്ലെന്ന് ഓർത്താൽ മതി. ഇഴഞ്ഞു പോകുന്ന ഒരു സാധനത്തെയും നമ്മൾ തൊടാറില്ല, അങ്ങനെ ഓർത്താൽ മതി. ഇഴഞ്ഞ്, അതാണ് 7 കേട്ടോ. ഇഴഞ്ഞ് എന്ന് പറയുന്നത് 7. ഒരു സാധനത്തെയും നമ്മൾ തൊടാറില്ല. അപ്പോൾ ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിർമാർജനം, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അടുത്തത് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അല്ലെങ്കിൽ തലക്കെട്ട് നിർത്തലാക്കൽ, അങ്ങനെ ഓർത്താൽ മതി. 18 തലക്കെട്ട്. ആർട്ടിക്കിൾ 18 ആണ് തലക്കെട്ട്. അപ്പോൾ 8 കെട്ട് ആ ഒരു രീതിയിൽ ഓർക്കാം. ആർട്ടിക്കിൾ 18 തലക്കെട്ടുകൾ നിർത്തലാക്കൽ. കിട്ടിയല്ലോ. അടുത്തത് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 19-ലെ 9-നെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു. 6 മൗലിക സ്വാതന്ത്ര്യം. 19-ലെ 9-നെ തിരിച്ചിട്ടാൽ 6 കിട്ടും. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 20. ഇതൊക്കെ നമ്മൾ മൗലിക അവകാശങ്ങൾ പഠിച്ചതാണ്. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറ്റാരോപണവുമായി ബന്ധപ്പെട്ട ശിക്ഷകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. അപ്പോൾ ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 20 എന്ന് പറയുന്ന സമയത്ത്, ആർട്ടിക്കിൾ 20 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ 2020 എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടല്ലോ, അതിൽ കുറ്റം ചെയ്ത ആളെ എന്താണ് ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ആ ഒരു കേസ് വാദിക്കുന്നതും ഇന്ദ്രജിത്തിനെ സംരക്ഷിക്കുന്നതും അല്ലേ, അവസാനം വില്ലനാന്നറിയുന്ന അങ്ങനെ ഒരു സ്റ്റോറിയൊക്കെയാണ് അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റാരോപണവുമായി ബന്ധപ്പെട്ട ശിക്ഷകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. അപ്പോൾ ആ 2020 മൂവിയുടെ ആ ഒരു തീം ജസ്റ്റ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടിക്കോളും. ഓക്കെ അല്ലേ. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എന്താണ്?
ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി, രണ്ട് പേര് ഒന്നായിട്ട് ജീവിക്കുക അല്ലേ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുത്ത്, നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ലേ പറയുന്നത്, ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് നമ്മുടെ പാർട്ട്ണറായിട്ട് ജീവിക്കാൻ പറ്റുമെന്നല്ലേ. അതായത് നമ്മളെങ്ങനെ ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കേണ്ടത് രണ്ട് പേരുണ്ടെങ്കിൽ അവർ ഒരു മനസ്സോടുകൂടെ ജീവിക്കണം അല്ലേ. അപ്പം രണ്ട് പേര് ഒരു മനസ്സോടുകൂടെ ജീവിക്കണം. അപ്പം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അപ്പം രണ്ട് വ്യക്തികൾ ഒരു മനസ്സോടുകൂടി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ആർട്ടിക്കിൾ 21. ഓക്കെ അല്ലേ. അടുത്തത് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 പറയുന്നത് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള അവകാശം. അപ്പോൾ അന്യായമായ അറസ്റ്റിനും തടങ്കലിനും, അപ്പോൾ അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? ആർട്ടിക്കിൾ 22 എന്ന് പറയുമ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, നിങ്ങൾ രണ്ട് കൈയിലും വിലങ്ങിടും അല്ലേ. രണ്ട് കൈയിലും വിലങ്ങിടും എന്ന് ഓർത്താൽ മതി. രണ്ട് കൈയിലും. അപ്പോൾ രണ്ട് കൈയിലും എന്ന് പറയുമ്പോൾ 2 എന്നുള്ള രീതിയിൽ കേട്ടോ. ആർട്ടിക്കിൾ 22 രണ്ട് കൈയിലും വിലങ്ങിടും. അതായത് അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള അല്ലേ, അറസ്റ്റിലും തടങ്കലിനും എതിരെയുള്ള അവകാശമാണ് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 23. ഇതെല്ലാവർക്കും അറിയുന്നത്. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ നിർബന്ധിത തൊഴിൽ നിരോധിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ നിർബന്ധിത തൊഴിൽ എന്ന് പറയുന്ന ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. ഒരാളോട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടം പറയുമ്പോൾ അയാൾ വേഗം ചെയ്തു എന്ന് വിചാരിക്കാം, പിന്നെ നമ്മൾ പറയാൻ നിൽക്കോ? ഇല്ല. പക്ഷെ ഒരു വട്ടം ചെയ്തിട്ട് കേട്ടില്ലെങ്കിലോ നമ്മൾ അവളെ കൊണ്ട് നിർബന്ധിച്ചൊരു പണി ചെയ്യിപ്പിക്കണം. ഇപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ചൊരു പണി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യും? ഒരു തവണ പറയുമോ? ഇല്ല. ഒരു വട്ടം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഒരു 2-3 തവണയെങ്കിലും നിങ്ങളോട് പറയണം അല്ലേ. ഒരാളോട് നിർബന്ധിച്ച് നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു 2-3 തവണ പറയണം. 2-3 തവണ, 2-3 23 ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആർട്ടിക്കിൾ 23 നിർബന്ധിത തൊഴിൽ നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ. കിട്ടിയല്ലോ. ഓക്കെ. അടുത്തത് ആർട്ടിക്കിൾ 24. 24 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ബാലവേല നിരോധനമാണ്. അതിന് പ്രത്യേകിച്ച് കണക്ഷൻ്റെ ആവശ്യമില്ല. ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് മൈനോറിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂനപക്ഷം, മൈനോറിറ്റീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇങ്ങനെ നമുക്ക് ഓർക്കാം, മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴേ ഇവിടെ മൈനോ എന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇത് 3 അല്ലേ. 3 ഓ എന്നുള്ള രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിക്കുക. 30 എന്ന് പറയുമ്പോൾ 3 ഓ എന്നാണ്. 3 എന്നുള്ള രീതിയിൽ ഇവിടെ നോക്കിക്കുക, MINO മൈനോ അല്ലേ. മൈനോ 3 ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. ആർട്ടിക്കിൾ 30 മൈനോറിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല, അറിയാവുന്നതാണ്. അടുത്തത് ആർട്ടിക്കിൾ 39D ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയുന്ന എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 39D എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 39D. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ ഉണ്ടല്ലോ 35, 32, 34, 39D എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഈ D വെച്ച് കണക്ട് ചെയ്യുക. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നാണ്. അപ്പോൾ ചെയ്യുന്ന ജോലിക്ക്, ഡ്യൂട്ടിക്ക് എന്ന് ഓർക്കാം. ഡ്യൂട്ടിയുടെ D ആണ്. ഓക്കെ. അപ്പോൾ ഡി പോലെ തന്നെ ഡീന് തിരിച്ചിട്ട് കിട്ടുന്ന 9 ഇപ്പുറത്തും ഉണ്ട്. ഓക്കെ. അപ്പോൾ D പോലെ തന്നെ ഇവിടെ 9 ഉണ്ട്. അപ്പോൾ 3 സ്ത്രീക്കും പുരുഷനും അല്ലേ. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ 3, പിന്നെ 9, അതുപോലെ തന്നെ ഡ്യൂട്ടി എന്ന് പറയുന്നതിൻ്റെ D. അപ്പോൾ 39D ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. അപ്പോൾ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് തുല്യ വേതനം വേണം അല്ലേ. ചെയ്യുന്ന ഡ്യൂട്ടിക്ക് തുല്യ വേതനം വേണം എന്നുള്ള രീതിയിൽ ഡ്യൂട്ടി ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ D എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ആർട്ടിക്കിൾ 39D നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്നും ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 39D ആണ് തുല്യ ജോലിക്ക് തുല്യ വേതനം. ഓക്കെ അല്ലേ. അടുത്തത് ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ് 40 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. 40 ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, എല്ലാവർക്കും അറിയുന്നതാ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 41. ആർട്ടിക്കിൾ 41 പറയുന്നത് റൈറ്റ് ടു വർക്ക് ആണ്.
റൈറ്റ് ടു വർക്ക് കേട്ടോ, നമുക്ക് ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു വർക്കിനെ കുറിച്ച് ആർട്ടിക്കിൾ 41 പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? റൈറ്റ് ടു വർക്ക് അല്ലേ? ഈ വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഗവൺമെൻറ് ജോലിയൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് പഠിക്കുന്നവരല്ലേ. നമ്മൾ ഈ ജോലിയൊക്കെ വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ കളിയാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ. ആ കളിയാക്കിയ 4 ആളുടെ മുമ്പിൽ ഒരു വില കിട്ടാനാണ് അല്ലേ. കളിയാക്കിയൊക്കെയുള്ള ഒരു 4 പേരുടെ മുമ്പിൽ ഒരു വിലയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ 4 പേരുടെ മുമ്പിൽ ഒരു വില എന്നുള്ള രീതിയിൽ 41. ഓക്കെ, അപ്പം 4 ആളുടെ മുമ്പിൽ ഒരു വിലയൊക്കെ ഉണ്ടാവാനാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ, റൈറ്റ് ടു വർക്ക് എന്നുള്ള രീതിയിൽ ഓർത്തുകൂടെ. അപ്പോൾ ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. അതെല്ലാം അറിയാം അല്ലേ. 44, 4 ഒരുപോലെയാണ് ഇരിക്കുന്നത് രണ്ടും. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുട്ടിക്കാലത്തുള്ള പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനുള്ള വ്യവസ്ഥയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈസി ആയിട്ട് ഓർക്കാം. ആർട്ടിക്കിൾ 45 അപ്പം 4, 5 ഇനി 6 വരിക. 4, 5 കഴിഞ്ഞ് 6 വരുന്നത്. അപ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ആർട്ടിക്കിൾ 45 4, 5 കഴിഞ്ഞാൽ 6 അപ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ. അടുത്തത് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 പറയുന്നത് മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടാണ്. മദ്യനിരോധനം, ആർട്ടിക്കിൾ 47 മദ്യനിരോധനം, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. ആർട്ടിക്കിൾ 47 അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ 7 ദിവസം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ മദ്യപാനികളൊക്കെ ആണെങ്കിലേ ആഴ്ചയിൽ 7 ദിവസവും മദ്യപിച്ചിട്ട് 4 കാലിലാന്ന് ഓർത്താൽ മതി. ആഴ്ചയിൽ 7 ദിവസവും മദ്യപിച്ചിട്ട് 4 കാലിലാന്ന് ഓർത്താൽ മതി. അപ്പോൾ ആർട്ടിക്കിൾ 47 മദ്യനിരോധനം കിട്ടിയല്ലോ. യെസ്. അടുത്തത് ആർട്ടിക്കിൾ 48. ആർട്ടിക്കിൾ 48 പറയുന്നത് ഗോവധ നിരോധനമാണ്. ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഏതാണ് 48 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗോവധം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു സംഭവം കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 4 കാലുള്ള മൃഗങ്ങളെ അല്ലെ, 4 കാലുള്ള മൃഗങ്ങളെ അല്ലെ, മൃഗങ്ങൾക്ക് 4 കാലാണല്ലോ. അപ്പോൾ 4 കാലികളെ അല്ലെങ്കിൽ 4 കാലുള്ള മൃഗങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടുമെന്ന് ഓർത്താൽ മതി. 4 കാലുള്ള മൃഗങ്ങളെ ഉപദ്രവിച്ചാൽ 8ന്റെ പണി കിട്ടും. അപ്പോൾ ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം അല്ലെങ്കിൽ 4 കാലികളെ വെട്ടരുത് എന്ന് ഓർത്താലും മതി. വെട്ടരുത്, വെട്ടുക 8 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 4 കാലികളെ ഉപദ്രവിച്ചാൽ 8ന്റെ പണി കിട്ടുമെന്ന് ഓർക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം കിട്ടിയല്ലോ. അടുത്തത് ആർട്ടിക്കിൾ 50 ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 50 പറയുന്നത് എന്താണ്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പം നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നു. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അപ്പോൾ നമ്മളൊരു കാര്യത്തെ വേർതിരിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? 50-50 എടുക്കാമെന്ന് പറയും അല്ലേ. അപ്പോൾ ആ 50-50 എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 50 ആണ്. 50 ആണ്, സെപ്പറേറ്റ് ചെയ്യല്ലേ. അപ്പോൾ 50-50 എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പ്രസിഡന്റ്, രാഷ്ട്രപതി പഠിച്ച ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അത് പഠിക്കാനുള്ള കോഡ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലാത്തവർക്കും ക്ലാസ് കാണാത്തവർക്കും വേണ്ടി ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 52, ആർട്ടിക്കിൾ 54, 56, 58, 60, 61 ആണേ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രസിഡന്റിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ പ്രസിഡന്റ്, അപ്പം 52 എന്ന് പറയുന്നത് പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത്. പ്രസിഡന്റിനെ കുറിച്ച്. 54 എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ഷനെ കുറിച്ച്. 56 എന്ന് പറയുന്നത് ടേമിനെ കുറിച്ചാണ് പറയുന്നത്. കാലാവധിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി 58 എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. യോഗ്യത, ക്വാളിഫിക്കേഷൻ. ദെൻ 60 എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് പറയുന്നത്. ഓത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ 61 എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ നീക്കം ചെയ്യൽ, അതായത് ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓർക്കാനുള്ള കോഡ് നമ്മൾ എന്താ പറഞ്ഞത്? പെറ്റ്കോയ് എന്ന് ഓർത്താൽ മതി. P ഫോർ പ്രസിഡന്റ്, E ഫോർ ഇലക്ഷൻ, T ഫോർ ടേം, Q ഫോർ ക്വാളിഫിക്കേഷൻ, O ഫോർ ഓത്ത്,
ഐ ഫോർ ഇംപീച്ച്മെന്റ്. ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്? പെറ്റ്കോയ് എന്ന് പറയുന്നതിൽ ആദ്യത്തേത് പ്രസിഡന്റ് നമുക്കറിയാം 52, പിന്നെ 2 കൂട്ടി പോവുക 54, 56, 58, 60. അവസാനത്തേതിൽ മാത്രം ഒരു മാറ്റമുണ്ട്, 62 എഴുതരുത്. ഐ അല്ലേ, അപ്പോൾ ഐ പോലിരിക്കുന്ന ഒന്നാണ്, 61 വരുന്നത്. ഐ പോലിരിക്കുന്ന ഒന്നാണ് അവസാനം വരുന്നത്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 52, 54, 56, 58, 60 അവസാന ഇംപീച്ച്മെന്റ് ആണ്. അപ്പോൾ ഐ പോലിരിക്കുന്നതാണ് 1 കണ്ടോ. അപ്പോൾ 61 ഇംപീച്ച്മെന്റ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 2 വ്യത്യാസം വരുന്നത്. അപ്പോൾ പ്രസിഡന്റ്, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, ടേം ഓഫ് പ്രസിഡന്റ്, ക്വാളിഫിക്കേഷൻ ഓഫ് പ്രസിഡന്റ്, ഓത്ത് ഓഫ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. പെറ്റ്കോയ് എന്ന് ഓർത്ത് വെച്ചാൽ മതി, പെറ്റ്കോയ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് സെറ്റായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഒരു സെറ്റായിട്ട് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 52 നമുക്കറിയാം പ്രസിഡന്റ് ആണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കണക്ഷൻ പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 63 എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ് ആണ്. ദെൻ ആർട്ടിക്കിൾ 75 എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി. അപ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇവർ 3 പേരെയും നമുക്ക് ഓർത്തിരിക്കാമല്ലോ. 52 പ്രസിഡന്റാണ്. ഈ 52ന്റെ കൂടെ നിങ്ങൾ നോക്കിയേ, 11 കൂട്ടിയാൽ നമുക്ക് 63 കിട്ടും അല്ലേ. ഇനി 63ന്റെ കൂടെ 12 കൂട്ടിയാൽ നമുക്ക് 75 കിട്ടും. കണ്ടോ? അപ്പോൾ പ്രസിഡന്റ് 52, അതിൻ്റെ കൂടെ 11 കൂട്ടിയ 63 വൈസ് പ്രസിഡന്റ്, അതിൻ്റെ കൂടെ 12 കൂട്ടിയ 75 പ്രധാനമന്ത്രി. അപ്പോൾ ഒരു സീരീസ് പോലെ 52, 63, 75. 52 അതിനോടൊപ്പം 11 കൂട്ടുക, പിന്നെ 12 കൂട്ടുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി. ഓക്കെ അല്ലേ? അപ്പോൾ അതും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പൊതുമാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ്. പൊതുമാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 72 നമ്മൾ പഠിച്ചതാണ്, കണക്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ നമ്മൾ മാപ്പ് ചോദിക്കാമെന്ന് വിചാരിച്ചോ. ഒരാളോട് മാപ്പ് ചോദിക്കുന്നത് എങ്ങനെയാണ്? എഴുന്നേറ്റ് നിന്ന് 2 കൈ കൂപ്പിയിട്ടാണ് അല്ലേ. അപ്പോൾ 72 ഓർക്കാലോ. എഴുന്നേറ്റ് നിന്ന് 2 കൈയും കൂപ്പിയിട്ടാണ് നമ്മൾ മാപ്പ് ചോദിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 72 പൊതുമാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി ആർട്ടിക്കിൾ 76 ഉണ്ട്. ആർട്ടിക്കിൾ 76 പറയുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ചാണ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 76 എന്ന് പറയുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, അറ്റോർണി ജനറൽ. ഇനി അടുത്ത ഒരു സെറ്റ് നിങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടത്, ഇത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 79, 80, 81 ഇത് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? 79 പറയുന്നത് പാർലമെന്റിനെ കുറിച്ചാണ്, പാർലമെന്റ്. 80 പറയുന്നത് രാജ്യസഭയെ കുറിച്ചും 81 പറയുന്നത് ലോക്സഭയെ കുറിച്ചുമാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഓർത്തത്? പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ, പരലോകം എന്നോർത്താൽ മതി, പരലോകം എന്നോർത്താൽ മതി. 79 പാർലമെന്റ്, 80 രാജ്യസഭ, 81 ലോക്സഭ, പരലോകം എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പര എന്ന് പറയുമ്പോൾ പ എന്ന് പറയുമ്പോൾ പാർലമെന്റ്, രാ എന്ന് പറയുമ്പോൾ രാജ്യസഭ, ലോകം എന്ന് പറയുമ്പോൾ ലോക്സഭ, പരലോകം എന്ന് ഓർത്ത് വെച്ചാൽ മതി. 79, 80, 81 ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആർട്ടിക്കിൾ 100. ആർട്ടിക്കിൾ 100 എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ക്വാറത്തെ കുറിച്ചാണ് പറയുന്നത്. പാർലമെന്റിന്റെ ക്വാറത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 100 പറയുന്നത്. പാർലമെന്റിന്റെ ക്വാറം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കാം. ഇനി അടുത്തത് ആർട്ടിക്കിൾ 108. ആർട്ടിക്കിൾ 108 പറയുന്നത് സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ചാണ്. സംയുക്ത സമ്മേളനം അഥവാ ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് 108 എന്ന് കാണുമ്പോൾ നമുക്കറിയാം ആംബുലൻസിൻ്റെ നമ്പറാണ് അല്ലേ 108. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം, നമ്മളിപ്പോൾ കുറച്ച് പേര് ഒരുമിച്ചിരുന്നു എന്ന് വിചാരിക്കുക, ജോയിൻ്റ് ആയിട്ട് സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഓർത്താൽ മതി, സംയുക്തമായിട്ട് ഇരിക്കുക. ജോയിൻ്റ് ആയിട്ട് സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അവസാനം വഴക്കിലൊക്കെ കലാശിക്കും അല്ലേ. കുറച്ച് ആളുകളൊക്കെ കൂടിക്കഴിഞ്ഞാൽ മദ്യപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ തമ്മിൽ വഴക്കായി അവസാനം അടി ഇടിയൊക്കെ ആയിട്ട് 108 വിളിക്കേണ്ടി വരുമെന്ന് ഓർത്താൽ മതി, ആംബുലൻസിനെ വിളിക്കേണ്ടി വരും. അപ്പോൾ ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനം, ഒരുപാട് പേര് ജോയിൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 108 വിളിക്കേണ്ടി വരും അവസാനം അടിയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനമാണ്. കിട്ടിയല്ലോ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 110. ആർട്ടിക്കിൾ 110 എന്ന് പറയുന്നത്
മണി ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. മണി ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഓർക്കാം. എങ്ങനെയാണ്? മണി, നമുക്ക് പൈസ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്ന പൈസ 1 രൂപ, പിന്നെ നമ്മൾ അടുത്തത് 10 രൂപ. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. 1 രൂപ, 10 രൂപ, അതൊക്കെയാണ് മണി അല്ലേ. അപ്പോൾ 1 രൂപ, 10 രൂപ, 110. മണി ബില്ലുമായി ബന്ധപ്പെട്ടത് 110. ഇനി ആർട്ടിക്കിൾ 111 നമുക്കറിയാം. ആർട്ടിക്കിൾ 111 എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റിന്റെ വീറ്റോ അധികാരമാണ് അല്ലെ, വീറ്റോ പവറാണ്. പ്രസിഡന്റിന്റെ വീറ്റോ പവറാണ് 111. നമ്മൾ പഠിപ്പിച്ചതാണ്, ഓർത്തിരിക്കുക. ഇനി ആർട്ടിക്കിൾ 112 പറയുന്നത് എന്താണ്? ബജറ്റിനെ കുറിച്ചാണ് അല്ലെ, വാർഷിക ധനകാര്യ പ്രസ്താവന അല്ലെങ്കിൽ ബജറ്റിനെ കുറിച്ചാണ് 112. ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിക്കുകയല്ലേ. അപ്പൊ കണക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് എന്താ? നമ്മൾ ആദ്യമായിട്ട് പഠിച്ച കണക്ക് ഒന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് 2 കിട്ടും അല്ലേ. അതാണ് നമ്മൾ ആദ്യം പഠിച്ച കണക്ക്. അപ്പോൾ ഒന്നും കൂടി കൂട്ടിയാൽ 2 കിട്ടും. അതൊന്ന് എഴുതി നോക്കിക്കോ. 1 1 2 112. ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? 112. ഒന്നും കൂട്ടിയാൽ 2 കിട്ടും. അതാണ് നമ്മുടെ കണക്ക് അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. ബജറ്റ് 112 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 123. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് 123. നമ്മൾ പറഞ്ഞു 1 2 3 ഓടടാ അല്ലേ. അപ്പോൾ ഓടാൻ പറയുമ്പോൾ പ്രസിഡന്റ് ഉണ്ടല്ലോ, 123 ഓർഡിനൻസ് ആണെന്ന് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് 124 124 എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. പ്രസിഡന്റ് 1 2 3 ഓടി അല്ലേ. ഓടി ഇങ്ങോട്ടാണ് കയറുന്നത്? സുപ്രീം കോടതിയുടെ അകത്തേക്കാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ 1 2 3. ഇപ്പം 123 ആർട്ടിക്കിൾ 123 എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. 124 പറയുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പഠിക്കാം. ആർട്ടിക്കിൾ 213. ആർട്ടിക്കിൾ 213 എന്ന് പറയുന്നത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള ആരുടെ അധികാരമാണ്? ഗവർണറുടെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരം. അപ്പോൾ 123 അതിലെ അക്ഷരങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ 213. അപ്പോൾ അത് നമുക്ക് ഗവർണറുടേത് കിട്ടി. ഇനി 214 എന്ന് പറയുന്നത് ഹൈക്കോടതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പ്രസിഡന്റ് 1 2 3 എന്നും പറഞ്ഞ് ഓടി എങ്ങോട്ട് കയറി? സുപ്രീം കോടതിയിലോട്ട് കയറി. അപ്പോൾ 213 123 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 213. അവിടെ ഗവർണർ ഓടി എങ്ങോട്ട് കയറി? ഹൈക്കോടതിയിലേക്ക്. പ്രസിഡന്റ് ഓടി കയറുന്നത് സുപ്രീം കോടതിയിലേക്കും ഗവർണർ ഓടി കയറുന്നത് ഹൈക്കോടതിയിലേക്കും. ആ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ 123 പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു, 124 സുപ്രീം കോടതി. 213 ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു, 214 ഹൈക്കോടതി. ഓക്കെ അല്ലേ? കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഉപദേശ അധികാരം എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? കണക്ഷൻ ഞാൻ പറഞ്ഞു 143. അതായത് നമ്മൾ ഉപദേശിക്കുന്നത് ആരെയാണ്? നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളെയാണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ ഉപദേശിക്കുക അല്ലേ. അപ്പോൾ ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആളോടാണ്. അപ്പോൾ 143 അല്ലേ. 143 143. അപ്പോൾ ആർട്ടിക്കിൾ 143 ഉപദേശ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 143. അടുത്തത് ആർട്ടിക്കിൾ 148 പറയുന്നത് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ചാണ്. ഇത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 148 പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ ഇത് അറിയില്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്താ ചെയ്യുന്നത്? രാജ്യത്തെ ഇന്ത്യയുടെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ആലോചിച്ചോളൂ. ഇവരെ കണക്കാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഒരു തവണ നോക്കുന്നത് പോലെ ഒരു 4 തവണ അല്ലേ, ഒരു തവണ നോക്കുന്ന പോലെ ഒരു 4 തവണ തിരിച്ചു മറിച്ച് നോക്കിയില്ലെങ്കിൽ കണക്കൊക്കെ പാളി നമുക്ക് 8ന്റെ പണി കിട്ടുമെന്ന് ഓർത്താൽ മതി അല്ലേ. ഒരു തവണ നോക്കുന്നത് പോലെ ഒരു 4 തവണ റിപ്പീറ്റ് നോക്കിയില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുന്നൊരു ജോബാണ് CAGയുടേത് എന്ന് ഓർത്താൽ മതി. അപ്പോൾ 148 CAGയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 153.
ആർട്ടിക്കിൾ 153 എന്ന് പറയുന്നത് ഗവർണറെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 153 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 161 എന്ന് പറയുന്നത് ഗവർണറുടെ മാപ്പധികാരത്തെ കുറിച്ചാണ്. ഗവർണറുടെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്നതാണ് ഏത് 161 എന്ന് പറയുന്നത് കേട്ടോ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. 153 ഗവർണർ, 161 ഗവർണറുടെ മാപ്പധികാരം. ദെൻ അടുത്തത് ആർട്ടിക്കിൾ 165. ആർട്ടിക്കിൾ 165 പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ്. അഡ്വക്കേറ്റ് ജനറൽ അറ്റോർണി ജനറൽ നമ്മൾ പറഞ്ഞു 76 ആണ്. അഡ്വക്കേറ്റ് ജനറൽ 165 എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് നമ്മൾ 213 പറഞ്ഞു അല്ലെ, ഓർഡിനൻസ് ഗവർണർ പുറപ്പെടുവിക്കുന്നു. 214 ഹൈക്കോടതിയെ കുറിച്ച് പറഞ്ഞു. ദെൻ ആർട്ടിക്കിൾ 226. ഈ 226 എന്ന് പറയുന്നത് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അവിടെ തിരിഞ്ഞു പോകുന്നതാണ് 32ഉം 226ഉം, എപ്പോഴും തിരിഞ്ഞു പോകും അല്ലേ. അപ്പോൾ 226 ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു, ഇവിടെ 32 സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. ഇത് മാറിപ്പോവാതിരിക്കാനുള്ള ഒരു കണക്ഷൻ പറഞ്ഞുതരാം. 226 എന്ന് പറയുമ്പോൾ 32 226 വെച്ച് നോക്കുമ്പോൾ വലിയ നമ്പർ ഏതാ? 226 ആണ്. അപ്പോൾ ഇത് ഹൈ അല്ലേ, വലിയ നമ്പറാണ്. ഹൈ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഹൈക്കോടതി, ഹൈ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഹൈ ആയിട്ടുള്ള ഇതിൽ ഹയസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കാം. 32 ആണോ 226 ആണോ ഹയസ്റ്റ് നമ്പർ? 226 ആണ്. അപ്പോൾ ഹയസ്റ്റ് നമ്പറാണ് ഹൈക്കോടതിയുടെ റിട്ട്. അപ്പോൾ 32 ആണ് സുപ്രീം കോടതിയുടെ റിട്ട്. കണക്ട് ചെയ്തല്ലോ. അപ്പോൾ അത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ. ഇനി അടുത്ത റിട്ട് എന്ന് പറയുന്നത് അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243A ആണ്. ആർട്ടിക്കിൾ 243A പറയുന്നത് ഗ്രാമസഭയെ കുറിച്ചാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 243A പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഗ്രാമസഭയെ കുറിച്ചാണ്. അടുത്തത് 243I ആണെങ്കിലോ, 243I ആണെങ്കിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ്. ഓക്കെ, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, ഇവിടെ എയും ഐയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഇവിടെ 243A ഗ്രാമസഭയാണെന്ന് പറഞ്ഞു. 243I ആണെങ്കിലോ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അപ്പോൾ ധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻകമുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇൻകമിൻ്റെ ഐ വരുന്നതാണ് ധനകാര്യ കമ്മീഷൻ. എ ആണെങ്കിൽ അപ്പോൾ ഗ്രാമസഭ. 243A ആണെങ്കിൽ ഗ്രാമസഭ, ഐ ആണെങ്കിൽ ഇൻകം വരുമാനം. അപ്പോൾ ഫിനാൻസ് അല്ലെ, ധനകാര്യം എന്നുള്ള രീതിയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി 243K ഉണ്ട്. 243K എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 243K എന്ന് പറയുന്നത്. അപ്പോൾ 243A ഗ്രാമസഭ, 243I എന്ന് പറയുമ്പോൾ ഇൻകം അല്ലെ, ധനകാര്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 243K എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് 248 പറയുന്നത് എന്താണ്? അവശിഷ്ട അധികാരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അവശിഷ്ടം, ഇഷ്ടം 8 അല്ലേ, 8 ഇഷ്ടം എന്നുള്ള രീതിയിൽ 8 വെച്ച് കണക്ട് ചെയ്യും. 248 ആണ് അവശിഷ്ടാധികാരം. 248 ആണ് അവശിഷ്ടാധികാരം. നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ 246, 226, 254 എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ 8 അവശിഷ്ടം എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. 248 അവശിഷ്ടാധികാരത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് ആർട്ടിക്കിൾ 279A. ആർട്ടിക്കിൾ 279A പറയുന്നത് GST കൗൺസിലിനെ കുറിച്ചാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. GST കൗൺസിലിനെ കുറിച്ച് പഠിച്ചപ്പോൾ 279A ആണ് GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 280 പറയുന്നത് ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ്, കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ 243I എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ. സംസ്ഥാനം ഇവിടെ ആവുമ്പോൾ ധനകാര്യ കമ്മീഷനാണ് 280 എന്ന് പറയുന്നത്. അടുത്തത് 300A എല്ലാവർക്കും അറിയുന്നതാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വത്തവകാശം അല്ലേ, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു 300Aയിലാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വത്തവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 300A പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 315 പറയുന്നത്
PSC കുറിച്ചാണ്. ഓക്കെ, യൂണിയനുകൾക്കും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള PSC കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 315 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? PSC കുറിച്ച്. ഇനി 320 PSCയുടെ തന്നെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. PSCയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നതാണ് 320 എന്ന് പറയുന്ന ആർട്ടിക്കിൾ കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം പഠിച്ചു വെച്ചേക്കണം. 323A എന്ന് പറയുന്നത് 323B എന്ന് പറയുന്നത് ഇത് രണ്ടും തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം. 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പഠിച്ചിട്ട് തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ 323A ആണെങ്കിൽ A ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പോൾ B എന്ന് പറയുന്നത് എന്താണ്? ബാക്കി ട്രൈബ്യൂണൽസ് എന്ന് ഓർത്താൽ മതി. മറ്റ് ട്രൈബ്യൂണൽസ് എന്നാണ്. അപ്പോൾ മറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ളതല്ലേ. അപ്പോൾ A ഫോർ അഡ്മിനിസ്ട്രേറ്റീവ്, B ഫോർ ബാക്കി ട്രൈബ്യൂണൽ. അപ്പോൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, 323B എന്ന് പറയുന്നത് ബാക്കിയുള്ള ട്രൈബ്യൂണൽസ്, മറ്റ് ട്രൈബ്യൂണൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് 324. ആർട്ടിക്കിൾ 324 പ്രതിപാദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്. അപ്പോൾ ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നേരത്തെ നമ്മൾ പഠിച്ചു 243K എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. ഇവിടെ 324. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 324 അല്ലേ? 324ഉം 243ഉം സെയിം നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ കേന്ദ്രമാണല്ലോ വലുത്. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകുമ്പോൾ വലിയ സംഖ്യയാണ്. 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, 243 ആകുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൽ K കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം ഉണ്ടെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകത്തില്ല. 243K, അപ്പോൾ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഓർക്കുക. അപ്പോൾ K ഉള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. I എന്ന് പറയുമ്പോൾ ഇൻകം, അപ്പോൾ എന്താണ്? ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. A ആവുമ്പോൾ ഗ്രാമസഭ. തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അടുത്തത് 326. ആർട്ടിക്കിൾ 326 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ് പറയുന്നത് 326. ഓക്കെ, അടുത്തത് 338, 338A, 338B. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 338 എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനാണ് 338. 338A എന്ന് പറയുമ്പോൾ പട്ടികവർഗം. 338B എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ്, B ഫോർ ബാക്ക്വേർഡ് കമ്മിറ്റി, അതായത് കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ബാക്ക്വേർഡ്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ 338 പറയുന്നത് എന്താണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ. 338A ഉണ്ടെങ്കിൽ അത് പട്ടികവർഗ കമ്മീഷൻ. 338B ആണെങ്കിൽ B ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അത് മൂന്നും കൂടെ നമ്മൾ ഇതൊരു കോളമൊക്കെ ആയിട്ട് മൂന്നും കൂടെ പഠിച്ചതാണ് ഓൾറെഡി. അപ്പോൾ ക്ലാസ് കേട്ട് പഠിച്ചവർക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 352 പറയുന്നത് എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ് 352. ദെൻ അത് കഴിഞ്ഞ് 356 ഉണ്ടല്ലേ. ആർട്ടിക്കിൾ 356 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം. സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് 356. ദെൻ 358 ഉണ്ട്, 360 ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് കൂട്ടി പഠിക്കാം. 352 ദേശീയം, 356 സംസ്ഥാനം, 358 എന്ന് പറയുന്നത് എന്താണ്? അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 വ്യവസ്ഥകൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുമെന്ന് പറയുന്നതാണ്. ആർട്ടിക്കിൾ 19 താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പറയുന്നതാണ് 358. 360 ആണെങ്കിലോ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഓക്കെ, അപ്പോൾ 352 ദേശീയം, 356 സംസ്ഥാനം, 358 ആവുമ്പോൾ ആർട്ടിക്കിൾ 19 നിർത്തിവെക്കുന്നത്. ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് 368 പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭരണഘടന ഭേദഗതിയെക്കുറിച്ചാണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 368 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്
പറ്റാവുന്നതിൻ്റെ എല്ലാം കണക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്തത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. നമ്മുടെ കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കോഡും കണക്ഷനൊക്കെ കിട്ടുന്നുണ്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്